السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا وحبيبنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله. صدق الله العلي العظيم. وقال نبينا وسيدنا محمد صلى الله عليه وسلم: من أحيا سنتي فقد أحبني ومن أحبني كان معي في الجنة. أو كما قال نبينا وسيدنا محمد صلى الله عليه وسلم: رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله عليه توكلت وهو رب العرش العظيم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم. فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. واعلموا يا أمة سيدنا محمد صلى الله عليه وسلم: അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് കാക്കാത്തടം സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന നൂറെ മദീന 10ാം വാർഷിക അഖില കേരള ആൻഡ് പ്രാദേശിക ദഫ് മത്സരത്തിന്റെ മുന്നോടിയായി ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മദ്ഹും അവധാനങ്ങളും കേൾക്കാനും അനുഗ്രഹം നേടാനുമാണ് നമ്മളൊക്കെ ഈ പുണ്യമായ സദസ്സിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. കൂടുതലായുള്ള ഒരു ഭാഷണം ആഗ്രഹിക്കുന്നില്ല. ഒരല്പസമയം ബറക്കത്തിന് വേണ്ടി ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച്, അവിടുത്തെ മഹബത്തിനെ കുറിച്ച് ഏതാനും ചില ഉണർത്തലുകൾ മാത്രം എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഉണർത്തി നമ്മളൊക്കെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന
നമ്മുടെ ദഫ് പ്രോഗ്രാമുകളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു കൂട്ടായ്മയും ഈ ഒരുമിച്ച് കൂടലും ഇവിടുന്ന് പിരിയലും എല്ലാം അല്ലാഹു തആല പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല ഇതിന്റെ ബറക്കത്ത്, ഇതിന്റെ അണിയറ പ്രവർത്തകർ, ഇതിന്റെ ഒത്താശ ചെയ്യുന്നവർ, ഇതിൽ പങ്കെടുക്കുന്നവർ, ഇതുമായുള്ള സഹകാരികൾ, അല്ലാഹു തആല എല്ലാവർക്കും ഇരു ലോകത്തും ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ ഭാഗമായി അല്ലാഹു തആല ഈ പ്രവർത്തനങ്ങളൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയവർ അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും ഒക്കെ നൽകുമാറാകട്ടെ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇത്തരം പരിപാടികളിലൊക്കെ സജീവമായി നമ്മോട് കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് ആറടി മണ്ണിലാണ്. അല്ലാഹു തആല അവരുടെയൊക്കെ ഖബറിടം വിശാലമാക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗീയ ആരാമങ്ങളിൽ സംഗമിപ്പിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റബീഉൽ അവ്വൽ വളരെ സന്തോഷദായകമായി നമ്മളിലേക്ക് കടന്നു വന്നു. അൽഹംദുലില്ലാഹ്, വളരെയധികം ഹബീബായ മുത്ത് റസൂലുള്ളാഹിന്റെ മഹബ്ബത്തിനെ പ്രകടിപ്പിച്ചുകൊണ്ട് ധാരാളം പൈസയും ഊർജവും എല്ലാം ചെലവാക്കി ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മൾ പ്രകടിപ്പിച്ചു. നമ്മളോട് സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ വിരഹ ദുഃഖത്തോടു കൂടി പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മളോട് വിട പറഞ്ഞുപോയി. അല്ലാഹു തആല ഇനിയും ഒരുപാട് റബീഉകളെ സ്വീകരിക്കാൻ, ഹബീബായ തങ്ങളെ കൊണ്ടാടാൻ, ആഘോഷിക്കാൻ അല്ലാഹു തആല നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരുപാട് നമ്മൾ ആഘോഷിച്ചു. ഹബീബായ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് ധാരാളം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഒക്കെ നമ്മൾ ചെലവഴിച്ചു. അവസാനമായി ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ, ഇതെല്ലാം നമ്മളൊക്കെ ചെയ്തിട്ടുള്ളത് ഹബീബായ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ തീരാത്ത വറ്റാത്ത പ്രേമത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ തങ്ങളോടുള്ള മഹബത്തിന്റെ ഭാഗമായാണ് നമ്മളൊക്കെ ആത്മാർത്ഥമായി ഇത് നടത്തിയതെങ്കിൽ, അല്ലെങ്കിൽ നടത്തുന്നത് എങ്കിൽ, നമ്മളിൽ ഉണ്ടാകേണ്ട ചില അടയാളങ്ങളുണ്ട്, ചില സിംബലുകളുണ്ട്. ആ ചില സിംബലുകൾ നമ്മളിൽ ഉണ്ടെങ്കിലാണ് ഇതെല്ലാം ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിന്റെ പ്രകടനങ്ങളായി അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. അതാണ് കൂടുതലായി നമ്മൾ ചിന്തിക്കേണ്ടത്. എത്രയോ ധാരാളമായി മുസ്തഫായ തങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, നമ്മൾ കേട്ടു. ധാരാളം അവിടുത്തെ മദ്ഹുകൾ, അവദാനങ്ങൾ പാടുകയും പറയുകയും കേൾക്കുകയും നമ്മൾ ചെയ്തുവെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ തങ്ങളോടുള്ള മഹബത്തിന്റെ അടയാളമായി മഹത്തുക്കൾ പറഞ്ഞ അടയാളങ്ങൾ, ചില ഐഡന്റിറ്റികൾ, അത് നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെലവഴിച്ച പൈസ നമുക്ക് ഉപകരിക്കുകയുള്ളൂ, അതെല്ലാം അതിന്റെ അർത്ഥത്തിലാവുകയുള്ളൂ. ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. മഹാനായ ഇമാം ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് തന്റെ അശ്ശിഫാ ബിതഅരീഫി ഹുഖൂഖിൽ മുസ്തഫ എന്ന് പറയുന്ന മുസ്തഫായ തങ്ങളെ മാത്രം വിഷയമാക്കിക്കൊണ്ട് രചിച്ച അവിടുത്തെ പരിശുദ്ധമായ ഗ്രന്ഥത്തിൽ 10 അടയാളങ്ങൾ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് നമുക്ക് അർത്ഥമാണെങ്കിൽ, അത് യാഥാർത്ഥ്യമാണെങ്കിൽ, അത് റിയലിറ്റിക്കാണെങ്കിൽ, റീലുകളിൽ മാത്രം ഒതുങ്ങാതെ, സ്റ്റാറ്റസുകളിൽ മാത്രം ഒതുങ്ങാതെ റിയൽ ലൈഫുകളിൽ ഉള്ളതാണ് നമ്മുടെ മഹബത്ത് എങ്കിൽ, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ, നമ്മുടെ രൂപങ്ങളിൽ, നമ്മുടെ കോലങ്ങളിൽ, നമ്മുടെ വേഷവിധാനങ്ങളിൽ, നമ്മുടെ ആശയങ്ങളിൽ, നമ്മുടെ ആദർശങ്ങളിൽ, നമ്മുടെ എല്ലാത്തിലും ഉണ്ടാകേണ്ടത് ചില അടയാളങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, അതാണ് എന്റെ പ്രതിപാദ്യ വിഷയം. അല്ലാഹു തആല ജീവിതത്തിൽ പകർത്താൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്നാമതായി ഹബീബായ തങ്ങളോടുള്ള മഹബത്തിന്റെ ഭാഗമെന്താ? വിശുദ്ധമായ ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞില്ലേ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്.
വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അല്ലാഹു തആല മുത്ത് റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്തിന്റെ ഭാഗം സാക്ഷാൽ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിനോടുള്ള മഹബ്ബത്ത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒന്നാമതായി അതിന്റെ അടയാളമായി അല്ലാഹു പറയുന്നു, ഖുൽ നബിയേ നിങ്ങൾ പറയണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിന്തുടരണേ, എന്നെ അനുഗമിക്കണേ. യുഹിബ്ബുകുമുല്ലാഹ്, എങ്കിലാണ് അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുക. ഒന്നാമത്തെ റസൂലുള്ളാഹിന്റെ മഹബ്ബത്തിന്റെ പ്രകടനം. എന്റെ പ്രിയപ്പെട്ടവരെ, മുത്ത് റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മുത്ത് റസൂലുള്ളാഹിനെ പറയാൻ നമുക്ക് എളുപ്പമാണ്, കേൾക്കാൻ എളുപ്പമാണ്. എന്നാൽ റസൂലുള്ളാഹിന്റെ സുന്നത്ത് എത്രമാത്രം നമ്മുടെ ജീവിതത്തിലുണ്ട്. എത്രയോ റബീഉൽ അവ്വലുകൾ നമ്മളോട് കടന്നു പോകുമ്പോ, എത്രയോ ലക്ഷക്കണക്കിന് രൂപകൾ അതിനു വേണ്ടി ചെലവഴിക്കുമ്പോ, എത്രയോ സദസ്സുകളിൽ നമ്മൾ മനസ്സും ഹൃദയവും എല്ലാം സമർപ്പിച്ച് മുത്ത് റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ നമ്മൾ പാടി പറയുമ്പോ, എത്രമാത്രം മുത്ത് റസൂലുള്ളാഹിന്റെ തിരുചര്യകൾ, അവിടുത്തെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സ്നേഹവും നമ്മുടെ പ്രേമവും നമ്മുടെ പേശനും നമ്മുടെ ഫേഷനും നമ്മുടെ അഭിലാഷവും മുത്ത് റസൂലുള്ളാഹിയാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, മുത്ത് റസൂലുള്ളാഹിന്റെ ജീവിതം നമ്മുടെ ജീവിതമായി മാറണം. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ റസൂലുള്ളാഹിന്റെ സുന്നത്ത് നമ്മുടെ സുന്നത്തായി മാറണം. അതല്ലേ ഹബീബായ റസൂലുള്ളാഹി, അവിടുത്തെ പ്രിയപ്പെട്ട 10 വർഷം തനിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്ത തന്റെ പ്രിയപ്പെട്ട അനുയായി, തന്റെ പ്രിയപ്പെട്ട ഖാദിമായ സയ്യിദനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരിക്കൽ പറഞ്ഞു, യാ ബുനയ്യ, പൊന്നുമോനെ അനസേ, ഇൻ ഖദർത അൻ തസ്ബഹ അൻ തുസ്ബിഹ വതുംസിയ ലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലി അഹദിൻ ഫഫൽ. അനസേ, നീ രാവിലെ പ്രഭാതത്തിലാകുമ്പോ, നീ നിന്റെ കിടക്കപ്പായ ഇന്നും ഒരു സുന്ദരമായ സുപ്രഭാതത്തിലേക്ക് നീ വരുമ്പോ, അല്ലെങ്കിൽ നീ വൈകുന്നേരം വീടണയുമ്പോ, നിന്റെ ഹൃദയത്തിൽ ഒരു മനുഷ്യനോട് പകയില്ലാതെ, നിന്റെ ഹൃദയത്തിൽ ഒരു മനുഷ്യനോട് വെറുപ്പില്ലാതെ, ഒരാളോടും ഒരു അകൽച്ചയില്ലാതെ, പിണക്കമില്ലാതെ, എല്ലാവരെയും സ്നേഹിക്കാനുള്ള നല്ല മനസ്സ് നിനക്കോടുകൂടി അങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ നീ അങ്ങനെ ചെയ്യണേ. ഹബീബായ തങ്ങളുടെ ഒന്നാമത്തെ സുന്നത്ത്, അവന്റെ മനസ്സിൽ ഒരാളോടും പകയില്ല, ദേഷ്യമില്ല, വിദ്വേഷമില്ല, എല്ലാവരെയും സ്നേഹിക്കാനുള്ളതായ ഒരു വിശാലമായ മനസ്സ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാം നമുക്ക് പറയാൻ എളുപ്പമാണ്, ഡയലോഗുകൾ അടിക്കാൻ, എല്ലാ നിലക്കുമുള്ളതായ വീമ്പ് നമുക്ക് പറയാൻ എളുപ്പമാണ്. നിന്റെ മനസ്സിൽ എത്ര പേരോടുള്ള ദേഷ്യം നീ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ, നീ റസൂലുള്ളാഹിന്റെ യഥാർത്ഥ മുഹിബ്ബല്ല. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മനുഷ്യരെ സ്നേഹിക്കാൻ, അവിടെ എന്റെ പ്രിയപ്പെട്ടവരെ, ജാതിയില്ല, മതമില്ല, ആദർശങ്ങളില്ല, എല്ലാത്തിനും അപ്പുറത്തേക്ക് ഹബീബായ തങ്ങളോടുള്ള ഏറ്റവും വലിയതായ മഹബ്ബത്തിന്റെ അടയാളം മനുഷ്യനെ സ്നേഹിക്കാനുള്ള വിശാലമായ മനസ്സ്. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്നിട്ട് മഹാനായ അനസ് തങ്ങൾ പറയാണ്, ഹബീബായ തങ്ങൾ വീണ്ടും എന്നോട് പറഞ്ഞു, യാ ബുനയ്യ വദാലിക മിൻ സുന്നതി, എല്ലാത്തിനും അപ്പുറത്തേക്ക് മനുഷ്യനെ സ്നേഹിക്കാനുള്ള മനസ്സ്, ആ മനസ്സാണ് അനസേ എന്റെ സുന്നത്ത്, അതാണ് അനസേ. വമൻ അഹ്യാ സുന്നതി, എന്റെ സുന്നത്ത് ഒരാൾ ജീവിതത്തിൽ പകർത്തിയാൽ, അതിന് ജന്മം നൽകിയാൽ, ഫഖദ് അഹബ്ബനി, അവനാണ് എന്നെ സ്നേഹിച്ചത്. റസൂലുള്ളാഹിന്റെ സുന്നത്താണ് നമ്മുടെ സ്നേഹത്തിന്റെ അടയാളം. വമൻ അഹബ്ബനി, ആരെങ്കിലും എന്നെ സ്നേഹിച്ചാൽ, മുത്ത് റസൂലുള്ളാഹിനോട് പ്രണയം വെച്ചാൽ, കാന മഈ ഫിൽ ജന്ന, അവൻ എന്റെ കൂടെ സ്വർഗ്ഗത്തിലായിരിക്കുമെന്ന് ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ,
നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവർ അവിടത്തുമായി ബന്ധപ്പെട്ട സർവ്വതിനോടും വല്ലാത്ത ബഹുമാനമാണ്. മുത്ത് റസൂലുള്ളാഹിന്റെ പേര് കേട്ടാൽ അവർക്ക് മിണ്ടാതിരിക്കാൻ തോന്നുകയില്ല. പരിസരം മറഞ്ഞവർ സലാം പറയും, അവർ സ്വലാത്ത് ചൊല്ലും. ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ. പോരന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിന്റെ സ്വലാത്ത് നമ്മുടെ നാവിൽ നിന്ന് വരുന്നെങ്കിൽ അവിടുത്തെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു ചലനം വന്നിട്ടില്ല എങ്കിൽ, നമ്മുടെ മനസ്സിൽ ആത്മാർത്ഥമായ റസൂലുള്ളാഹിനോട് മഹബത്തില്ല, ഈ സദസ്സ് അൽഹംദുലില്ലാഹ് എന്തോ ഒരു മനോഹരമാണ്. എന്റെ പ്രിയപ്പെട്ട കാക്കാത്തടത്തിലുള്ള ചെറുപ്പക്കാരെ, നിങ്ങൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. എന്തെല്ലാം ദൗർബല്യങ്ങൾ നമുക്കുണ്ടെങ്കിലും റസൂലുള്ളാഹിന്റെ മഹബത്തിന്റെ ഭാഗമായി നിങ്ങളുടെ ഈ ഊർജവും സമ്പത്തും ആവേശവും നിങ്ങളുടെ ഫാഷനും നിങ്ങൾ ചെലവഴിക്കുമ്പോ തീർച്ചയായിട്ടും നമുക്ക് തുണയായി തണിയായി ദൗർബല്യ നിമിഷങ്ങളെ പരിഹരിക്കാൻ നമ്മുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടാകും. നല്ലൊരു സുന്ദരമായ സദസ്സാണ്. കാണുമ്പോൾ നമുക്ക് നിസ്സാരമായി തോന്നുന്നുണ്ടെങ്കിലും മനുഷ്യന്മാരുടെ എണ്ണം വളരെ കുറവാണെങ്കിലും ഒരു പക്ഷേ ഈ സുന്ദരമായ സദസ്സ് അത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളാൽ നിബിഡമാണ്. സംശയമാണോ നിങ്ങൾക്ക് പറയുന്നത്? ഹബീബായി തങ്ങൾ അവിടുന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ ആരെങ്കിലും എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്തിനെ എന്റെ പരിശുദ്ധമായ റൗദയിലേക്ക് എത്തിക്കാൻ വേണ്ടി അള്ളാഹു ചില മലക്കുകളുടെ സംവിധാനം നടത്തിയിട്ടുണ്ട്. ചില മലക്കുകളെ അള്ളാഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. അവരുടെ ഡ്യൂട്ടി ഒരൊറ്റ പണിയാണ്. ആര് റസൂലുള്ളാഹിന്റെ പേര് സ്വലാത്ത് ചൊല്ലിയോ ആ സ്വലാത്ത് എനിക്ക് എത്തിച്ചു കൊടുക്കുക, അവരുടെ അഡ്രസ് പറഞ്ഞു തരിക. ഒന്ന് ചിന്തിക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ കേരളം എന്ന സംസ്ഥാനത്തിലെ മലപ്പുറം എന്ന ജില്ലയിലെ ഈ ഒരു ചെറിയ കാക്കാത്തടം എന്ന യൂണിറ്റിലെ ചെറിയൊരു പ്രദേശത്ത് നിന്ന് നമ്മൾ നിഷ്കളങ്കമായി കൊണ്ട് മുത്ത് റസൂലുള്ളാഹിന്റെ പേര് സ്വലാത്ത് ചൊല്ലുമ്പോ ഈ അഡ്രസ് നമ്മുടെ മുത്ത് റസൂലുള്ളാഹിന്റെ റൗളയിൽ ഹബീബായ തങ്ങളുടെ മുമ്പിൽ നമ്മുടെ പേരും നമ്മുടെ നാടും നമ്മുടെ വീടും നമ്മുടെ അഡ്രസ്സും മുത്ത് റസൂലുള്ളാഹിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി ചൊല്ലിക്കോ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഓർക്കനെ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സുന്നത്തിലേക്ക് നമ്മൾ മടങ്ങി പോകണം. നമ്മുടെ കോലവും നമ്മുടെ ഐഡന്റിറ്റിയും മുത്ത് റസൂലുള്ളാഹിയായി മാറണം. നമ്മളെ കാണുമ്പോ ഇസ്ലാമിന്റെ ഐഡന്റിറ്റി നമ്മളിൽ ഉണ്ടാകണം. അതിന്റെ വേഷവിധാനങ്ങൾ, അതിന്റെ സിയ്യ് നമ്മളിൽ ഉണ്ടാകണം. നമ്മളെ കാണുമ്പോ ഒരു മനുഷ്യന് സലാം പറയാൻ തോന്നണം, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിയാണെന്ന് തോന്നണം. ആ ഒരു രീതിയിലേക്ക് വരണം എന്റെ പ്രിയപ്പെട്ടവരെ. നമ്മുടേതായ എല്ലാം നമ്മുടെ ശൈലിയും നമ്മുടെ കോലവും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റസൂലുള്ളാഹിന്റെ സുന്നത്തില്ലാതെ മറ്റ് എന്തുണ്ടായിട്ടും നമുക്ക് കാര്യമില്ല. എത്രമാത്രം സുന്നത്താണ്, എത്രമാത്രം സുന്നത്താണ്. ഏത് നിമിഷവും റസൂലുള്ളാഹിന്റെ സുന്നത്തല്ലേ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സുന്നത്തിലേക്ക് നമ്മൾ മടങ്ങി പോകണം. ഹബീബായ തങ്ങൾ നമ്മളിൽ ജീവിക്കണം. മുത്ത് റസൂലുള്ളാഹി നമ്മളിൽ ജീവിക്കണം. എങ്ങനെയാണത്? റസൂലുള്ളാഹിന്റെ സുന്നത്ത് ഹയാത്താക്കിയിട്ടുണ്ട്. ഹബീബായ തങ്ങൾ പറഞ്ഞല്ലോ, തറക്തു ഫീകും റംറൈൻ ലൻ തളില്ലു ഇൻ തമസ്സക്തും ബിഹിമാ ലൻ തളില്ലു. ഇതാ ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ 63 വത്സരക്കാലം ഹബീബായ തങ്ങൾ സർവമാന പ്രയാസങ്ങളും കൊടിയതായ പീഡനങ്ങളും സഹിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്ന മഹിതമായ സംസ്കാരം നമ്മളിലേക്ക് അല്ലാഹു തആലാന്റെ ഹബീബ് സമർപ്പിച്ചത് ചെറിയ കാര്യമല്ല. ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടാ
ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ആ വിശുദ്ധമായ ഇസ്ലാമും നമ്മളിലേക്ക് തന്നിട്ട് മുത്ത് റസൂലുള്ള വിട പറയുമ്പോ സ്വഹാബത്തിനോട് പറഞ്ഞില്ലേ, സ്വഹാബ, ഞാൻ ഈ ലോകത്ത് നിന്ന് പോവുകയാണെങ്കിലും, ഞാൻ വിശ്രമ ജീവിതത്തിലേക്ക് പോവുകയാണെങ്കിലും, ഇതാ ഞാൻ നിങ്ങളിലേക്ക് 2 കാര്യങ്ങളെ വിട്ടേച്ചു തരികയാണ്. ആ കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ചാൽ, നിങ്ങൾ ഒരിക്കലും പിഴക്കുകയില്ല, നിങ്ങളുടെ അന്തസ്സ് പോവുകയില്ല, ഒരാൾക്കും നിങ്ങളെ തകർക്കാനും കഴിയൂല, ഒരാൾക്കും നിങ്ങളെ ഒറ്റപ്പെടുത്താൻ കഴിയൂല. ഏതാണത് കാര്യമെന്നറിയുമോ? കിതാബുല്ലാഹ്, ഒന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ്. വിശുദ്ധമായ ഖുർആൻ ഹൃദയത്തിൽ കൈവച്ച് ചിന്തിക്കൂ മുഅ്മിനേ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എത്ര പേര് ദിനേന വിശുദ്ധമായ ഖുർആൻ ഓതാറുണ്ട്? ഖുർആനിനെ നമ്മൾ അവഗണിച്ചില്ലേ? ഖുർആനിനെ നമ്മൾ മറന്നില്ലേ? എത്ര പേർക്ക് സൂറത്തുൽ ഫാത്തിഹത്തിന്റെ കൃത്യമായ രീതിയിൽ ഓതാൻ കഴിയും? ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ? എന്തിനും നമുക്ക് സമയമുണ്ട്, മറ്റെന്തിനും നമുക്ക് ആവേശമുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന് മറന്നിട്ടുള്ള ജീവിതം എങ്ങനെയാണ് മുത്ത് റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവർക്ക് കഴിയുക? അതുകൊണ്ട് ഖുർആനിലേക്ക് മടങ്ങണം പ്രിയപ്പെട്ടവരെ. മഹാനായ ഖാദി ഇയാദ് തങ്ങള് അവിടുത്തെ മഹബ്ബത്തിന്റെ അടയാളമായി എണ്ണുന്നുണ്ട്. മുത്ത് റസൂലുള്ളാഹിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ അടയാളമാണ് അവിടുത്തുമായി ബന്ധപ്പെട്ട സർവ്വതിനെയും സ്നേഹിക്കൽ, പ്രത്യേകിച്ച് ഹുബ്ബുൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കൽ. അത് സ്നേഹത്തിന്റെ മുത്ത് റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ്. വിശുദ്ധമായ ഖുർആൻ ഓതാത്ത എത്ര ദിവസം നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട്. പലർക്കും ഖുർആൻ മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് എടുത്ത ഓർമ്മയല്ലാതെ. എന്റെ പ്രിയപ്പെട്ടവരെ, മടങ്ങിപ്പോകണേ. മുസ്ലിം ഉമ്മത്ത് വല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. എല്ലാ സമുദായങ്ങളും, എല്ലാ കമ്മ്യൂണിറ്റിയും, എല്ലാ സൊസൈറ്റിയും മുസ്ലിം സമുദായത്തിനെ തട്ടിക്കളയുന്ന ഭീകരമായ അവസ്ഥ വരുമ്പോ, നമ്മുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുമ്പോ, നമ്മുടെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്ന ഈ കാലഘട്ടത്തിൽ എന്താ അപജയമാണ് നമുക്ക് സംഭവിച്ചത് മുഅ്മിനേ. അല്ലാഹുവിന്റെ ഖുർആനിനെ നമ്മൾ അവഗണിച്ചു. ആരെങ്കിലും എന്റെ വിശുദ്ധമായ ഖുർആനിനെ അവഗണിച്ചാൽ ഫഇന്ന ലഹു മഈശതൻ വങ്കാ, അവന്റെ ജീവിതം കുടുസമാണ്, അവന്റെ ജീവിതം പ്രയാസമാണ്, അവന്റെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയില്ല, വിശാലതയില്ല. എത്ര പൈസയുണ്ടെങ്കിലും, എത്ര തറവാടിയാണെങ്കിലും, എത്ര കഴിവുണ്ടെങ്കിലും, എത്ര സ്കില്ലുണ്ടെങ്കിലും, വിശുദ്ധമായ ഖുർആനിനെ അവൻ അവഗണിച്ചാൽ അവന്റെ ജീവിതം കുടുസാണ്. അവൻ അല്ലാഹു തആല പറയുന്നു, വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, അവൻ നാളെ മഹ്ശറിൽ വരുമ്പോ അവൻ അന്ധനാണ്. സ്വർഗത്തിലേക്കുള്ള വഴി അവൻ കാണില്ല. സിറാത്ത് പാലം അവന് നേരെ പോലെ കാണാൻ കഴിയില്ല. ഒന്നും, ഒരു സ്വർഗത്തിന്റെ ഒരു പരിമളം പോലും അവന് ലഭിക്കില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്ത് റസൂലുള്ളാഹിന്റെ മുഹിബ്ബീങ്ങളോട് ഹബീബായ തങ്ങളുടെ 1500ാമത് പരിശുദ്ധമായ മീലാദ് കൊണ്ടാടുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ഖുർആനിലേക്ക് നമ്മൾ മടങ്ങി പോകണം. ഖുർആനിനെ ആത്മാർത്ഥമായി സ്നേഹിക്കണം. ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കണം. ഞാനിത് പറയാത്ത ഒരു വേദികളും വളരെ കുറവാണ്. ഖുർആനിലേക്ക് എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തെ നമ്മൾ മടങ്ങി പോകണം. വിശുദ്ധമായ ഖുർആന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് അത് പാരായണം ചെയ്യലല്ല. നമുക്കതെല്ലാം അറിയുള്ളൂ. ഖുർആൻ ഓതണം, വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷെ ഖുർആന്റെ അടിയന്തരമായ, ഖുർആനിന്റെ അടിസ്ഥാനമായ ലക്ഷ്യം എന്താണ്? ഈ സമുദായത്തിന് മുന്നറിയിപ്പ് നൽകാനാണ്. അള്ളാഹുവിന്റെ കലാമാണല്ലോ വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തആല തന്റെ അടിമകളോട് സംസാരിക്കുന്ന അവിടുത്തെ കലാമാണ് വിശുദ്ധമായ ഖുർആൻ.
ഖുർആൻ, അല്ലാഹു നിന്റെ സൃഷ്ടാവായ നിനക്ക് റിസ്ക് നൽകുന്ന എല്ലാമായ സാക്ഷാൽ പ്രപഞ്ച സൃഷ്ടാവ് നമ്മൾ ഓരോരുത്തരോടും പറയുന്ന കാര്യങ്ങളാണ് വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയാതെ എന്റെ പ്രിയപ്പെട്ടവരെ എന്തിനേറെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. സൂറത്തുൽ ഫാത്തിഹ വെറും 7 ആയത്താണല്ലോ. സൂറത്തുൽ ഫാത്തിഹ 7 ആയത്തുകൾ മാത്രമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ സർവമാന അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 60-70 കൊല്ലം ഈ ഭൂമിലോകത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചിട്ട് ഒരു 7 ആയത്തിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെ ഈ ലോകത്ത് നമ്മൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാളും നന്ദി കെട്ട ഒരു വിഭാഗം ലോകത്തുണ്ടോ? ചിന്തിക്കേണ്ട വലിയ വിഷയമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഖുർആനിനെ നമ്മൾ സ്നേഹിക്കണം. ധാരാളമായി ഖുർആനിന്റെ അർത്ഥങ്ങൾ വിശദീകരണം പഠിക്കണം. ഖുർആനിനെ ധാരാളമായി ഓതണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, വസുന്നത്തി, എന്റെ സുന്നത്താൻ, എന്റെ ചര്യയാൻ, ഞാൻ ഹബീബായി തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതായി തിരുസുന്നത്ത്. ആ സുന്നത്ത് മുത്ത് റസൂലുള്ളാഹി നമുക്ക് ഇവിടെ വിട്ടേച്ച് പോയതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ നമ്മൾ മുറുകെ പിടിക്കണം. റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ നമ്മൾ ജീവിതത്തിൽ ഹയാത്താക്കണം. പ്രത്യേകിച്ച് ഈ പുതിയ കാലഘട്ടം വല്ലാതെ ഫസാദായി കൊണ്ട് നടക്കും. വല്ലാതെ ഫസാദായ കാലഘട്ടത്തിൽ ഹബീബായ സുന്നത്തിന്റെ, ഹബീബായ തങ്ങളുടെ സുന്നത്തിന്റെ വക്താവായാൽ, വമൻ അഹ്യാ സുന്നത്തി ഇൻദ ഫസാദി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് കേടുനാശം വരുമ്പോ, എന്റെ ഉമ്മത്ത് അപജയം സംഭവിക്കുമ്പോ, എന്റെ ഉമ്മത്ത് കേടുവരുമ്പോ, എന്റെ ഒരു സുന്നത്ത് ആരെങ്കിലും ഹയാത്താക്കിയാൽ ഫലഹു അജ്റു മിഅത്തി ഷഹീദ്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സർവ്വതും സമർപ്പിച്ചുകൊണ്ട് തന്റെ ജീവനും തന്റെ ശരീരവും തന്റെ കുടുംബവും തന്റെ സമ്പത്തും തന്റെ എല്ലാം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി പോർക്കളത്തിൽ സമർപ്പിച്ച് ഈ ലോകത്തിനൊന്നും അവന്റെ സർവ്വതും സമർപ്പിച്ച് ഷഹീദായ രക്തസാക്ഷിയുടെ 1 അല്ല 2 അല്ല 3 അല്ല 100 ഷഹീദിന്റെ കൂലിയാണ്. ഒരു താടി വെച്ചാൽ, ഒരു തൊപ്പി വെച്ചാൽ, ഒരു വെള്ള വസ്ത്രം ധരിച്ചാൽ, ഒരു തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ നോമ്പ് നോറ്റാൽ, ഒരു റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ചാൽ, സുബ്ഹാനല്ലാഹ്, ബാത്റൂമിലേക്ക് കയറുമ്പോ ഇടതുകാല് മുന്തിച്ചാൽ, ബാത്റൂമിൽ നിന്ന് പുറത്തു വരുമ്പോ വലതുകാല് മുന്തിച്ചാൽ, ഏത് എന്റെ ഉമ്മത്ത് കേടുവരുമ്പോ ഏത് സുന്നത്ത് ഹയാത്താക്കിയാലും അവന് 100 ഷഹീദിന്റെ കൂലി കിട്ടുമെന്നുള്ള ഒരു സൗജന്യമായ ഓഫർ അല്ലാഹുവിന്റെ ഹബീബ് നമ്മൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിന്റെ സുന്നത്തിലേക്ക് നമ്മൾ മടങ്ങി പോകണം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. സ്വഹാബത്ത് അങ്ങനെ ആയിരുന്നില്ലേ? നിങ്ങൾക്കറിയുമോ, ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ട സർവ്വതിനെയും അവർ സ്നേഹിച്ചു. മനുഷ്യരെ മാത്രമല്ല, ഒരു പച്ചക്കറിയെ സ്നേഹിച്ചിട്ടുണ്ട് മഹാന്മാരാകുന്ന സ്വഹാബ കിറാം. സുബ്ഹാനല്ലാഹ്, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ നമുക്കറിയാം. അവിടുന്ന് മുത്തബിഉസ് സുന്ന എന്ന പേര് വിളിക്കപ്പെട്ട ഒരു മഹാനായ സ്വഹാബിയാണ്. സ്വഹാബത്തൊക്കെ സുബ്ഹാനല്ലാഹ് ഭക്ഷണ തളികയുടെ മുമ്പിൽ ഇരുന്നാൽ ഒരു പ്രത്യേകമായ വെജിറ്റബിളിനെ, ഒരു പ്രത്യേകമായ പച്ചക്കറി അവർ തരയും. എന്താണത്? ദബ്ബ എന്ന് വിളിക്കുന്ന അറബി അറിയുന്നവർക്കൊക്കെ അറിയാം. ചൊരങ്ങ എന്ന് പറയും, ചെരങ്ങ. മുത്ത് റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമായിരുന്നു. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഹദീസിൽ കാണാം, ഏത് ഭക്ഷണത്തളികയുടെ മുമ്പിലെത്തിയാലും, ഞാൻ ഭക്ഷണം മുമ്പിൽ കൊണ്ടുവരപ്പെട്ടാൽ അതിൽ നിന്ന് ചരങ്ങ പെറുക്കിയെടുക്കും. അത് എവിടെ കിട്ടിയാലും ഞാൻ വല്ലാതെ കഴിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, അതുവരെ മദീനക്കാര് മാംസമല്ലാതെ കഴിച്ചിട്ടില്ല. ഒന്ന് ആലോചിക്കണം, മാംസമല്ലാതെ അവര് ഭക്ഷിക്കാറില്ല. പച്ചക്കറിയൊന്നും വലിയ ഇഷ്ടമില്ലാത്തവരാണ്. മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടം അത് ദബ്ബ ആണ്, അത് ചരങ്ങയാണ് എന്ന് മനസ്സിലാക്കിയപ്പോ അതിനെ പോലും അവര് സ്നേഹിച്ചുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, എത്രമാത്രം നമ്മുടെ മുത്ത റസൂലുള്ളാഹിൽ നിന്നും അകന്നു പോയിട്ടുണ്ട്.
അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഇങ്ങനെ എത്രയോ കാലത്തിന് ശേഷം അവിടുന്ന് ഇങ്ങനെ യാത്ര പോവുകയാണ്. ഒരു പ്രദേശത്തെത്തിയപ്പോൾ അവിടുന്ന് വല്ലാതെ തല കുനിഞ്ഞു നടന്നു, തലങ്ങനെ കുനിച്ച് നടന്നു. ശിഷ്യന്മാർക്ക് അത്ഭുതമായി, അല്ല ഇബ്നു ഉമർ തങ്ങളെ എന്താണ് അങ്ങ് തല കുനിച്ചിട്ടുള്ളത്? എന്താണ് ഇവിടെ തലമുട്ടാൻ മാത്രം ഒരു മരമോ അല്ലെങ്കിൽ മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങള് അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളോട് പറയുകയാണ്, മക്കളെ, വർഷങ്ങൾക്ക് മുമ്പ് എന്റെ നേതാവ്, എന്റെ കരളിന്റെ കഷ്ണമായ എല്ലാമായ ശഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ഞങ്ങൾ ഈ വഴി യാത്ര പോകുമ്പോ അന്ന് ഇവിടെ ഒരു മരമുണ്ടായിരുന്നു. ആ മരത്തിൽ തല തട്ടാതിരിക്കാൻ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ തല കുനിച്ച് നടന്നിട്ടുണ്ട്. ഇന്ന് മരം മുട്ടിയ മരം മുറിച്ചു പോയിട്ടുണ്ടെങ്കിലും അത് അവിടുന്ന് നശിച്ചു പോയിട്ടുണ്ടെങ്കിലും അന്നത്തെ രംഗം എനിക്ക് ഓർമ്മ വന്നപ്പോ അത് പിന്തുടർന്നുകൊണ്ട് ഞാൻ തല കുനിച്ചതാണ്. ഇത് ഏതാണ്? ഈ സ്നേഹത്തിന്റെ ലോജിക് എന്താണ്? ഇതിന്റെ കെമിസ്ട്രി എന്താണ്? ആർക്കും അറിയില്ല. ഇതാണ് മുഹബ്ബത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുത്തോടുള്ള മഹബ്ബത്തിന്റെ കഥകൾ കേൾക്കുമ്പോ ഇത് എന്തോ ഒരു സ്നേഹമാണ്. ഇതിന്റെ ലോജിക്ക് നമുക്ക് തിരിയാതെ പോകും. ഒരിക്കൽ ഹബീബായ തങ്ങൾ അവിടുന്ന് ഹിജാമ നടത്തി രക്തം കുത്തിയെടുത്തു. രക്തം കുത്തിയെടുത്ത ഒരു സഹാബിയോട് പറഞ്ഞു, ആ സഹാബിയുടെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ആ സഹാബിയോട് പറഞ്ഞു, മോനെ, ഈ രക്തം എന്റെ നജസായ എന്റെ രക്തം, ഈ രക്തം നീ എവിടെങ്കിലും ആരും കാണാത്ത സ്ഥലത്ത് ഒഴിച്ചു കളയണേ. ഇത് വല്ലാത്ത കെമിസ്ട്രിയാണ്. ഇങ്ങനെ ഒരു മജ്നൂനും ഒരു ലൈലയെ ലോകത്ത് സ്നേഹിച്ചിട്ടില്ല. അത്രമാത്രം സ്നേഹമല്ലേ അവിടുത്തെ സ്വഹാബത്തിന്. റസൂലുള്ളാഹി സ്വഹാബിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, എന്റെ ഈ രക്തം ഈ ശരീരത്തിൽ കേടായ രക്തമാണ്. ഹിജാമ ചെയ്യുന്നത് വലിയ സുന്നത്താണല്ലോ. ആ ഹിജാമയുടെ ഭാഗമായി മുത്ത് റസൂലുള്ളാഹി തന്റെ പരിശുദ്ധമായ ഭൂമേനിയിൽ നിന്നും എടുത്തതായ രക്തം ആരും കാണാത്ത സ്ഥലത്ത് നീ ഇതിനെ ഒഴിക്ക് എന്ന് പറഞ്ഞപ്പോ സ്വഹാബി സന്തോഷത്തോടുകൂടി ഇരു കൈയും എടുത്തിരു കയ്യിൽ അത് വാങ്ങി അവിടുന്ന് റസൂലുള്ളാഹിൽ നിന്നും മറഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്. സ്വഹാബിയെ തിരിച്ചു കണ്ടപ്പോ പിന്നീട് ആ വഴിക്ക് വന്നപ്പോ സ്വഹാബിയോട് ചോദിച്ചു, അല്ല മോനെ, നീ എന്താണ് ആ രക്തം കൊണ്ട് ചെയ്തത്? ആ സ്വഹാബി പറഞ്ഞു, നബിയേ, അത് ആരും കാണാത്ത സ്ഥലത്ത് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി വീണ്ടും ചോദിച്ചപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, നബിയേ, ശരിബ്തുഹു, നബിയേ, ഞാൻ അത് കുടിച്ചു നബിയേ. റസൂലുള്ളാഹിന്റെ രക്തം കുടിച്ചു. റസൂലുള്ളാഹിന്റെ രക്തം കുടിച്ചു. ആ സ്വഹാബിയോട് റസൂലുള്ളാഹി കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇദൻ ലാ തമുസ്സകന്നാർ, ഇനി ഇല്ല ഒരിക്കലുമില്ല നിന്റെ ഈ ശരീരത്തിൽ നരകം തൊടില്ല എന്ന് പറഞ്ഞ നേതാവ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. സ്നേഹത്തിന്റെ ഭാഗമായി ചെയ്തതാണ്. റസൂലുള്ളാഹി ഒരിക്കലും രക്തം കുടിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഒരു മനുഷ്യനോടുള്ള അദമ്യമായ സ്നേഹം, ഒരു മനുഷ്യനോടുള്ള അതിരില്ലാത്ത സ്നേഹത്തിന്റെ അടയാളമാണ്. അവിടുന്ന് എല്ലാ സ്വഹാബത്തും അങ്ങനെ സ്നേഹിച്ചില്ലേ? ഇത് ലോകത്ത് എത്രയോ നേതാക്കന്മാർ കടന്നുപോയില്ലേ? അതിനും ഇത്രമാത്രം സ്നേഹിച്ച മറ്റൊരു നേതാവ് ലോകത്തേതാണ്? അല്ലാഹുവേ, അവിടുത്തോടുള്ള മഹബ്ബത്ത് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. മഹബ്ബത്ത് ആത്മാർത്ഥമായി നൽകണേ അല്ലാഹ്. ഉഹുദിന്റെ രണാങ്കണത്തിൽ ഇല്ലാതെ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. മുനാഫിഖീങ്ങൾ പറഞ്ഞു വരുത്തി, ഖുത്തില മുഹമ്മദുൻ, ഹബീബായ തങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സ്വഹാബത്ത് വല്ലാതെ പേടിച്ചു. വിവരം മദീനയിലെത്തി. അതാ മദീനയിലെത്തിയപ്പോ പെണ്ണുങ്ങൾ നിലവിളിക്കുകയാണ്, കുഞ്ഞുങ്ങൾ കരയുകയാണ്. അല്ലാഹ്, ഞങ്ങൾ ഹബീബായ തങ്ങൾക്ക് എന്ത് പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അൻസാരിയായ ഒരു പാവപ്പെട്ട ഉമ്മയതാ ഉഹദിലേക്ക് വരികയാണ്. ഉഹദിലേക്ക് വരുമ്പോ സുബ്ഹാനല്ലാഹ്, ആ പെണ്ണ് ഓടിക്കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. സ്വഹാബത്തിന് കണ്ടപ്പോ വല്ലാതെ സങ്കടമായി. സ്വഹാബത്ത് ചെന്ന് ആ സ്ത്രീയോട് പറഞ്ഞു, പ്രിയപ്പെട്ട ഉമ്മ, അങ്ങയുടെ ഭർത്താവ് കൊല്ലപ്പെട്ടിട്ടുണ്ട്, അങ്ങയുടെ മകൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അങ്ങയുടെ കൂടപ്പിറപ്പ് കൊല്ലപ്പെട്ടിട്ടുണ്ട്, അങ്ങയുടെ ഉപ്പ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന സങ്കടം ആ പ്രിയപ്പെട്ട ഓടി വരുന്ന ഉമ്മയോട് പറഞ്ഞപ്പോ ഉമ്മാക്ക് അനക്കമില്ല, യാതൊരു
യാതൊരുവിധ കുലുക്കവുമില്ല. ആ ഉമ്മ ചോദിക്കുകയാണ്, അയിന ഫഅല റസൂലുള്ളാഹ്, മുത്ത റസൂലുള്ള എവിടെ പോയി? എവിടെയാണ് മുത്ത റസൂലുള്ള? എവിടെയാണ്? എന്റെ ആര് പോയാലും എനിക്ക് മുത്ത റസൂലുള്ളാനെ കാണണമെന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് റസൂലുള്ളാനെ കാണിച്ചു കൊടുത്തപ്പോ, നബിയേ കുല്ലു മുസീബത്തിൻ ബഅദക ജലലുൻ യാ റസൂലല്ലാഹ്, നബിയേ അങ്ങേക്ക് ശേഷം എനിക്ക് എന്ത് മുസീബത്ത് വന്നാലും അത് നിസാരമാണ്, നിസാരമാണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ വാപ്പ മരിച്ചിട്ടുണ്ട്, തന്റെ സഹോദരൻ മരിച്ചിട്ടുണ്ട്, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചിട്ടുണ്ട്, തന്റെ കണ്ണിന്റെ കരളിന്റെ കഷ്ണമായ തന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ താൻ സ്നേഹിക്കുന്ന നോക്കുന്ന തന്റെ പൊന്നുമോന് ഷഹീദായി കിടക്കുന്നുണ്ട്. അതൊന്നും ആ ഉമ്മാക്ക് പ്രശ്നമില്ല. എന്റെ നേതാവ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലതും പറ്റിയോ എന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞു കലഞ്ഞ അവിടുത്തെ പ്രിയപ്പെട്ട സഹാബിമാരായ സ്ത്രീകളും ആണുങ്ങളും, അല്ലാഹുവേ എന്തോരു സ്നേഹമാണ് അല്ലാഹ്, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. റസൂലുള്ളാഹിനെ സ്നേഹിച്ചവരാരും ഹബീബായ തങ്ങളെ സ്നേഹിച്ചവരാരും നിരാശരായിട്ടില്ല. എല്ലാം മതിമറന്നുകൊണ്ട് അവര് മുത്ത റസൂലുള്ളാഹിനെ സ്നേഹിച്ചില്ലേ? യാ സയ്യിദി ഇർഹം ലനാ, യാ സയ്യിദി ഇർഹം ലനാ, യാ സയ്യിദി ഇർഹം ലനാ, യാ സയ്യിദി ഇർഹം ലനാ. അങ്ങയെ കാണാത്ത കണ്ണെന്തിനാ, അങ്ങയെ കേൾക്കാത്ത കാതെന്തിനാ, അങ്ങയെ ചൊല്ലാത്ത ഗാനെന്തിനാ, അങ്ങയെ വാഴ്ത്താത്ത ചുണ്ണെന്തിനാ. യാ സയ്യിദി ഇർഹം ലനാ, യാ സയ്യിദി ഇർഹം ലനാ, യാ സയ്യിദി ഇർഹം ലനാ, യാ സയ്യിദി ഇർഹം ലനാ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് അവിടുത്തെ അവദാനങ്ങളും മദ്ഹുകളും പറയാനും അല്ലാഹുവേ കേൾക്കാനും മാത്രമോ ഭാഗ്യമുള്ളൂ. അവിടുത്തെ ഒരിക്കലെങ്കിലും കാണാൻ, അവിടുത്തെ പരിശുദ്ധമായ പൂമുഖം കാണാൻ, അവിടുത്തെ നേരിൽ അനുഭവിക്കാൻ അല്ലാഹുവേ ഈ പാപികളായ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. എത്രയോ ചെറുപ്പക്കാർ, എത്രയോ ചെറുപ്പക്കാരികളായ യുവതികൾ മുത്ത റസൂലുള്ളാഹിനെ കാണുന്നു, ദിനേനെ കാണുന്നു. എന്ത് സങ്കടം വരുമ്പോഴും മുത്ത റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടുകൊണ്ട് റസൂലുള്ളാഹിനോട് പരാതി പറയുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. അല്ലാഹ് മരിക്കുന്ന സമയത്തെങ്കിലും ഹബീബായ തങ്ങളെ ഒന്ന് കാണിക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ എപ്പോഴും അവിടുത്തെ കാണാൻ കൊതിക്കുകയില്ലേ? എപ്പോഴും മുത്ത റസൂലുള്ളാഹിനെ വല്ലാതെ ഇഷ്ക് വെക്കുന്ന ആത്മാർത്ഥമായ അവിടുത്തെ പ്രവാചകാനുരാഗികൾ അവിടുന്ന് എപ്പോഴും മുത്ത റസൂലുള്ളാഹിനെ കാണണമെന്ന് കൊതിക്കും. ഹബീബായ തങ്ങളെ കാണാത്തത് അവർക്ക് വല്ലാതെ സങ്കടമാകും. മഹാന്മാരാകുന്ന സ്വഹാബത്തിന്റെ ചരിത്രം നമ്മൾ എത്രയോ കേട്ടതാണ്. മുത്ത റസൂലുള്ളാഹിനെ ഒരു നേരം അവർക്ക് കാണാതിരുന്നാൽ, ഒരു നേരം അവരുടെ കണ്ണിമ വെട്ടിയാൽ ഹബീബായ തങ്ങളെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാത്ത എത്രയോ സഹാബിമാർ, എത്രയോ സഹാബിമാർ. മഹാനായ സുഅബാൻ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എപ്പോഴും മുത്ത റസൂലുള്ളാഹിന്റെ സദസ്സിൽ വരുന്ന സ്വഹാബിയാണ് അദ്ദേഹം. സുബ്ഹാനല്ലാഹ്, ഒരിക്കൽ അദ്ദേഹം സദസ്സിലെത്തിയത് വല്ലാതെ സങ്കടത്തിലാണ്, വല്ലാതെ മെലിഞ്ഞൊട്ടിയിട്ടുണ്ട്. ഹബീബായ തങ്ങൾക്ക് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കണ്ടപ്പോ വല്ലാതെ സങ്കടം തോന്നിപ്പോയി. ആ സ്വഹാബിയോ
സഹാബിയോട് മുത്ത് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അല്ല പ്രിയപ്പെട്ടവനെ, എന്താണ് നിനക്ക് പറ്റിയത്? നീ വല്ലാതെ ശോഷിച്ചു പോയിട്ടുണ്ടല്ലോ, വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ, എന്താണ് നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കുമ്പോ ആ സഹാബി സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് മുത്ത് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ, ഞാൻ വല്ലാതെ അങ്ങയെ സ്നേഹിക്കുന്നു നബിയേ. ഇന്നി ഉഹിബ്ബുക ഹുബ്ബൻ ശദീദാ, ഞാൻ അങ്ങയെ വല്ലാതെ സ്നേഹിക്കുന്നു നബിയേ. അങ്ങയെ ഒരു നേരം എനിക്ക് കാണാതിരുന്നാൽ നബിയെ എനിക്ക് വല്ലാതെ സങ്കടം വരാറുണ്ട് നബിയേ. ഞാൻ ചിലപ്പോഴൊക്കെ അങ്ങയുടെ ക്ലാസ് കഴിഞ്ഞ് സദസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, നബിയേ, അങ്ങ് വഫാത്തായി പോയാൽ, ഞങ്ങളും വഫാത്തായി പോയാൽ നാളെ മഹ്ശറയിൽ സുബ്ഹാനല്ലാഹ് അങ്ങ് എവിടെയോ സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനങ്ങളിലായിരിക്കുമല്ലോ. അഥവാ അല്ലാഹു ഞങ്ങളെ സ്വർഗത്തിൽ കടത്തിയാൽ പോലും ഞങ്ങൾ സ്വർഗത്തിന്റെ ഏതോ ഒരു മുക്കയിലോ മൂലയിലോ ആയിരിക്കുമല്ലോ, അങ്ങ് ഉയർന്ന തട്ടിലായിരിക്കുമല്ലോ മുത്ത് റസൂലേ. ആ സമയത്ത് ഞങ്ങൾ എങ്ങനെയാണ് അങ്ങയെ കാണാൻ കഴിയുക നബിയേ? സ്വർഗത്തിലാണെങ്കിൽ പോലും അങ്ങയെ കാണാത്ത ഒരു സ്വർഗം എനിക്ക് വേണ്ട നബിയേ. അതിൽ എനിക്ക് സന്തോഷമില്ല നബിയേ. അത് ആലോചിച്ചിട്ട് എനിക്ക് വല്ലാതെ സങ്കടമാണ്, എനിക്ക് വല്ലാതെ വിഷമമാണ് നബിയേ. ഞാൻ പലപ്പോഴും അത് കണ്ട് അത് ചിന്തിച്ചിട്ട് ഞാൻ കരയാറുണ്ട് നബിയേ. സുബ്ഹാനല്ലാഹ്. ആ സഹാബി സങ്കടത്തോട് കൂടി വന്ന് പറഞ്ഞപ്പോ അത് അല്ലാഹു തആല ആയത്തിറക്കുകയാണ്, വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാ വഹസുന ഉലൈക റഫീഖാ. ഹബീബായ തങ്ങളെ സഹാബിയെ വിളിച്ചുകൊണ്ട് ഈ ആയത്ത് ഓതി കൊടുക്കുകയാണ്. സഹാബിയെ, നീ സങ്കടപ്പെടേണ്ട, വിഷമിക്കേണ്ട. ഇതാ അല്ലാഹു ആയത്ത് ഇറക്കിയിരിക്കുന്നു. ആരെങ്കിലും അല്ലാഹുവിനെ റസൂലിനെയും ആത്മാർത്ഥമായി വഴിപ്പെട്ടാൽ, അനുസരിച്ചാൽ, അല്ലാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടാൽ, മുത്ത് റസൂലുള്ളാഹിന്റെ ചര്യകൾ അത് തന്റെ സ്വയം ചര്യയാക്കി മാറ്റി റസൂലുള്ളാഹിനെ ആരെങ്കിലും അനുസരിച്ചാൽ അവർ അല്ലാഹു തആല അനുഗ്രഹിച്ചതായ അമ്പിയാക്കളോടുകൂടെ പ്രവാചകന്മാരോടുകൂടെ മുർസലീങ്ങളോടുകൂടെ ശുഹദാക്കളോടുകൂടെ സ്വാലിഹീങ്ങളോട് കൂടെയായിരിക്കും. വഹസുന ഉലൈക റഫീഖാ, അവരായിരിക്കും നാളെ അവരുടെ കൂട്ടുകാരെന്ന ആയത്തിറക്കിയപ്പോ ആ സഹാബിക്ക് വല്ലാതെ സന്തോഷമാവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തോ ഒരു സ്നേഹമാണ്, എന്തോ ഒരു സ്നേഹമാണ്. സ്വഹാബത്ത് ആഗ്രഹിച്ചതും അത് തന്നെയാണ്. സ്വർഗത്തിനേക്കാളും അപ്പുറത്ത് അവർ ആഗ്രഹിച്ചത് മുത്ത് റസൂലുള്ളാഹിനെ, അവിടുത്തെ പുഞ്ചിരിക്കുന്ന പൂമുഖം എപ്പോഴും കാണണം, അവിടുത്തെ സാമീപ്യം അവർ വല്ലാതെ കൊതിച്ചില്ലേ? മഹാനായ റബീഅ റളിയല്ലാഹു തആല അൻഹു ഹബീബായ തങ്ങളെ വല്ലാതെ ഖാദിമാൻ. മുത്ത് റസൂലുള്ളാഹ് ഉറങ്ങിയാൽ പോലും ഉറങ്ങാതെ റസൂലുള്ളാഹിക്ക് കാവലിരിക്കുന്ന സഹാബിയാണ് മഹാനായ റബീഅ റളിയല്ലാഹു തആല അൻഹു. ഒരിക്കൽ സുബ്ഹാനല്ലാഹ് പതിവ് പോലെ മുത്ത് റസൂലുള്ളാഹിന്റെ റൂമിന്റെ മുമ്പിൽ കാവലിരിക്കുകയാണ്. മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു ഉറങ്ങിയിട്ടില്ല. രാത്രി എങ്ങാനും എന്റെ ഹബീബ് ഉറക്കത്തിൽ എഴുന്നേറ്റ് എന്തെങ്കിലും ആവശ്യമെന്നാൽ അവിടത്തേക്ക് ആരും സഹായിക്കാനില്ലെങ്കിൽ ബുദ്ധിമുട്ടാകുമോ എന്ന് ഭയന്നിട്ടാണ്. അല്ലാതെ മുത്ത് റസൂലുള്ളാഹി ഇവിടെ കാവൽ നിൽക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ഒരാളെയും ഏൽപ്പിച്ചിട്ടില്ല, അതിനുവേണ്ടി ഒരു ശമ്പളക്കാരനെയും നിർത്തിയിട്ടില്ല. സ്വഹാബത്ത് മത്സരിക്കുകയാണ്. റബീഅ റളിയല്ലാഹു തആല അൻഹു പതിവ് പോലെ നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, രാത്രി മുത്ത് റസൂലുള്ളാഹി തങ്ങൾ എഴുന്നേൽക്കുകയാണ്. രാത്രിയുടെ യാമങ്ങളിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി, അല്ലാഹുവിനോട് നന്ദി ചെയ്യാൻ വേണ്ടി, അല്ലാഹുവിനോട് നിസ്കരിക്കാൻ വേണ്ടി, ദുആ ചെയ്യാൻ വേണ്ടി ഹബീബായ തങ്ങൾ എഴുന്നേൽക്കുമ്പോ സുബ്ഹാനല്ലാഹ് നോക്കുമ്പയതാ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി മഹാനായ റബീഅ റളിയല്ലാഹു
റളിയല്ലാഹു കാത്തു നിൽക്കുകയാണ്. റബീഅ തങ്ങളോട് പറഞ്ഞു, റബീഅ വുളൂഇനുള്ള വെള്ളം കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. റബീഅ തങ്ങൾ ഓടി വന്നുകൊണ്ട് അവിടത്തേക്ക് വുളൂ ചെയ്യാനുള്ള പാനപാത്രം നൽകി കൊടുത്തപ്പോ റസൂലുള്ളാഹിക്ക് വല്ലാത്ത സന്തോഷമായി. റബീഅ റളിയല്ലാഹുവിന്റെ വല്ലാത്ത ഈ ഒരു സ്നേഹം കണ്ടപ്പോ ഹബീബായ തങ്ങൾക്ക് റബീഅ തങ്ങളോട് വല്ലാത്ത സ്നേഹമായി. റബീഅ തങ്ങളോട് റസൂലുള്ളാഹി പറഞ്ഞു, റബീഅ സല്ലി മാ ശിഅത. റബീഅ എന്താണ് നിനക്ക് വേണ്ടത്? നീ എനിക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കൂ റബീഅ. ഹബീബായ തങ്ങൾ ചോദിച്ചപ്പോ റബീഅ തങ്ങൾ മറ്റൊന്നും ചിന്തിക്കാതെ പറയുകയാണ്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് സമ്പത്ത് വേണ്ട, എനിക്ക് ദുനിയവിയായ മറ്റൊന്നും വേണ്ട നബിയേ. എനിക്ക് നാളെ സ്വർഗ്ഗത്തിൽ അങ്ങയുടെ മുറാഫഖത്താണ് വേണ്ടത്, അങ്ങയുടെ സാമീപ്യമാണ്. അങ്ങയുടെ കൂടെ എനിക്ക് സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിയണം ഹബീബായവരെ. റബീഅ തങ്ങൾ ആവശ്യപ്പെട്ടത് അതാണ്. എന്ത് ചോദിച്ചാലും കൊടുക്കും ഹബീബായ തങ്ങൾ. പക്ഷേ ചോദിച്ചത് ഒന്ന് മാത്രമാണ്, സ്വർഗ്ഗമല്ല ചോദിച്ചത്. സ്വർഗ്ഗമല്ല ചോദിച്ചത് പ്രിയപ്പെട്ടവരെ. സ്വർഗ്ഗം കിട്ടിയാലും പോരാ, ആ സ്വർഗ്ഗത്തിൽ അങ്ങയുടെ കൂടെ തന്നെ ഈ സാധുവായ റബീഅക്കും ഉണ്ടാകണം. ഈ സാധുവായ റബീഅക്കും സ്വർഗ്ഗത്തിൽ അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ മുറാഫഖത്ത്, അങ്ങയുടെ കൂട്ട് എനിക്ക് ലഭിക്കണം. അതാണ് ചോദിച്ചത്. മഹാനായ മുത്ത് റസൂലുള്ളാഹി ചോദിച്ചു, റബീഅ മറ്റെന്തെങ്കിലും ചോദിക്കൂ റബീഅ. അനുഗ്രഹാണ് ഹബീബായ തങ്ങൾ ആവശ്യപ്പെടാൻ പറഞ്ഞത്. പക്ഷേ മഹാനായ റബീഅ തങ്ങൾ പറഞ്ഞു, വേണ്ട നബിയേ, എനിക്ക് വേണ്ട നബിയേ. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. എനിക്ക് സ്വർഗ്ഗത്തിലുള്ള അങ്ങയുടെ കൂട്ടാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, സ്വഹാബത്ത് എത്രമാത്രം മുത്ത് റസൂലുള്ളാഹിനെ സ്നേഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ സ്നേഹിക്കാൻ കാരണമെന്നറിയുമോ? ഹബീബായ തങ്ങൾ സുബ്ഹാനല്ലാഹ് എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും കാരണമാണ്. എല്ലാവിധ അനുഗ്രഹങ്ങളും അവര് നേടിയത്, എല്ലാവിധ അനുഗ്രഹങ്ങളും അവര് നേടിയത് ഹബീബായ തങ്ങളെ കൊണ്ടാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇത്രമാത്രം മുത്ത് റസൂലുള്ളാഹിനെ അവര് സ്നേഹിച്ചത്. സന്തോഷമെന്തെന്ന് അവര് മനസ്സിലാക്കിയത് റസൂലുള്ളാഹി വന്നതിന് ശേഷമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ തങ്ങളെ നമ്മൾ തിരിച്ചു വിളിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് സാമ്പത്തികമായ, മാനസികമായ, ശാരീരികമായ, സാമൂഹികമായ എല്ലാ പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലോ ഹബീബായ തങ്ങൾ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ എന്ത് പ്രശ്നങ്ങളും മഞ്ഞുമല പോലെ ഉരുകി പോകുന്നതാണ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. എങ്ങനെയാ റസൂലുള്ളാഹിനെ കൊണ്ടുവരിക? ഞാൻ അവസാനത്തിലേക്ക് കടക്കുകയാണ്, നിർത്തുകയാണ്, ദുആയിലേക്ക് കടക്കുകയാണ്. എങ്ങനെയാ? ഞാൻ പറഞ്ഞല്ലോ, റസൂലുള്ളാഹിന്റെ സുന്നത്ത് മുറുകെ പിടിക്കാൻ മറ്റൊരു ഓപ്ഷൻ നമ്മുടെ മുമ്പിലില്ല. എപ്പോഴും ഞാൻ പറയുന്നതാണ്, നമ്മൾ ഇങ്ങനെയൊക്കെ കൊണ്ടാടുന്നുണ്ടെങ്കിലും ഹബീബായ തങ്ങൾ സുന്നത്തിനെ അവഗണിക്കുന്ന വിഷയത്തിൽ നമ്മൾ വല്ലാതെ മോശപ്പെട്ടവരാണ്. റസൂലുള്ളാഹിന്റെ സുന്നത്ത് നമ്മൾ മുറുകെ പിടിക്കണം. തൊപ്പി എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാകണം, താടി വെക്കണം, മീശ വെട്ടണം. ഇതൊക്കെ സുന്നത്താണ്, ഇതൊക്കെ റസൂലുള്ളാഹിന്റെ ഐഡന്റിറ്റിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹൗദുൽ കൗസറിന്റെ അടുത്ത് നമ്മൾ പരിശുദ്ധമായ ആ മഹ്ശറ വൻസഭയിൽ പരിശുദ്ധമായ ഹൗദുൽ കൗസർ വാങ്ങാൻ നമ്മൾ ചെല്ലുമ്പോ, ആശയോടുകൂടി ദാഹത്തോടുകൂടി നമ്മൾ ചെല്ലുമ്പോ മുത്ത് റസൂലുള്ളാഹി ഇരു കൈയും നീട്ടി നമ്മളെ സ്വീകരിക്കണ്ടേ. എങ്കിൽ മുത്ത് റസൂലുള്ളാഹിന്റെ അനുയായിയാണെന്ന് അറിയിക്കുന്ന ഐഡന്റിറ്റി നമ്മുടെ ഭാഗത്തുണ്ടാകണം. ഒരിക്കലും റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ അവഗണിക്കാൻ പാടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കാക്കാത്തടത്തുള്ള പ്രവാചക സ്നേഹികളോട്, ആണുങ്ങളോട്, പെണ്ണുങ്ങളോട് എല്ലാം ഹബീബായ തങ്ങൾ പറഞ്ഞതുപോലെ ഇവിടെ ബഹുമാനപ്പെട്ട ഹസനി ഉസ്താദ് പറഞ്ഞല്ലോ, എന്ത് കാര്യങ്ങൾ നമ്മൾ നടത്താണെങ്കിലും ഹബീബായ തങ്ങൾ വരച്ചു കാണിച്ചതായ ഒരു ഹുദൂദുകളുണ്ട്, ഒരു
നമുക്ക് അതിർവരമ്പുകളുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പാടില്ല. ഈ സദസ്സാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇത് സാധാ മറ്റ് സദസ്സുകളെ പോലെയല്ല. ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ റൗദയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, സ്വലാത്തുകൾ എത്തിക്കാൻ വരുന്ന മലക്കുകളുടെ സാന്നിധ്യമുള്ള മജ്‌ലിസാൻ. അതുകൊണ്ട് മജ്‌ലിസിനെ കളങ്കപ്പെടുത്തുന്ന ഒന്നും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൂടാ. പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട സ്ത്രീകളോട് ഓർമ്മപ്പെടുത്താൻ, നമ്മളൊക്കെ വല്ലാതെ ദീനിന്ന് അകന്നുപോയി കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഔറത്ത് മറക്കുന്ന വിഷയത്തിൽ എന്റെ ഉമ്മമാരെ നമ്മളൊക്കെ വല്ലാത്ത പിറകിലാണ്. എന്താണ് ഞാൻ എപ്പോഴും ചിന്തിക്കും, മലപ്പുറം ജില്ലക്ക് എന്ത് പറ്റി? എന്താണ് നമ്മുടെ ജില്ലക്ക് പറ്റിപ്പോയത്? നമ്മുടെ നാട്ടിലല്ലേ ഇതിഹാസ നായകന്മാര് പിറന്നു വീണ് നമുക്ക് വഴികൾ വെട്ടിത്തെളിച്ച് കാണിച്ചു വന്നുപോയ മഹാനായ മമ്പുറം തങ്ങൾ റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയ വലിയ വലിയ നേതാക്കന്മാർ. ആ മമ്പുറത്തിൽ ഈ പരിശുദ്ധമായ മലപ്പുറം ജില്ലയിലെ ഒരുപാട് ഔലിയാക്കൾ. പക്ഷെ എന്തുകൊണ്ട് ഇന്ന് നമ്മുടെ സമുദായം ദീനിൽ നിന്ന് വല്ലാതെ അകന്നുപോയി കൊണ്ടിരിക്കുന്നു? ഇന്ന് പർദ്ദ സംസ്കാരം, ഇന്ന് സ്ത്രീകളിലും പറ്റപ്പാടെ അകന്നുപോയി, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ അത്ഭുതത്തോടു കൂടി ഓർക്കുകയാണ്, കഴിഞ്ഞ 3.5 വർഷക്കാലം ഞാൻ ഖിദ്മത്ത് ചെയ്തത് കണ്ണൂർ ജില്ലയിലാണ്. എന്നാൽ ഞാനൊരു കാര്യം അവിടെ കണ്ട സന്തോഷം എന്തെന്നറിയുമോ? അവിടെയുള്ള 70% സ്ത്രീകളെങ്കിലും പർദ്ദ ധരിക്കുന്നവരാണ്. ഒരു 30% മുകളിൽ ഹിജാബ് ധരിക്കുന്ന പെണ്ണുങ്ങളാണ്. അവിടെ സ്ത്രീകളെ ക്ലാസ് ഒക്കെ ഉണ്ട്. 100-150 പെണ്ണുങ്ങൾ ഉണ്ടാകും എല്ലാ ആഴ്ചയിലും. റമളാനിലൊക്കെ ആയാൽ 300-ൽ കൂടുതൽ പെണ്ണുങ്ങൾ വരും. എല്ലാം ഹിജാബ് ധരിച്ച്. സുബ്ഹാനല്ലാഹ്. ഈ നമ്മുടെ മലപ്പുറം ജില്ലക്ക് എന്ത് പറ്റി? ദീനൊക്കെ എവിടെ പോയി? ദീന് വേണ്ടേ? നമ്മൾ ഈ അന്തസ്സും ഈ അഭിമാനവും എല്ലാം നേടിയെടുത്തത് പരിശുദ്ധമായ ദീന് കൊണ്ടല്ലേ? അതുകൊണ്ട് മടങ്ങി വരണം എന്റെ പ്രിയപ്പെട്ടവരെ. ഇസ്ലാമികമായ മൂല്യങ്ങൾക്ക് നമ്മൾ എല്ലാവിധ പ്രാധാന്യവും കൽപ്പിക്കണം ണമെന്ന് ആത്മാർത്ഥമായി എന്നോട് ആദ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു തആല നമ്മളെ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മൾ ചെലവാക്കുന്നുണ്ടെങ്കിലും കൊണ്ടാടുന്നുണ്ടെങ്കിലും ഇതൊക്കെ അർത്ഥവത്താകുന്നുണ്ടോ? ഗൗരവത്തിൽ ചിന്തിക്കേണ്ട സംഗതിയാണ്. എത്ര ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും നമ്മൾ മുത്ത് റസൂലുള്ളാഹിന്റെ മദ്ഹിന് വേണ്ടി ചെലവഴിക്കുന്നത്. ഇതൊക്കെ ആത്മാർത്ഥമായില്ലെങ്കിൽ ഒരു രൂപയുടെ വില പോലും ഇതിന് അല്ലാഹുവിന്റെ അടുത്തുണ്ടാവില്ല. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ നമ്മൾ കൊണ്ടുവരണം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിസ്കാരത്തിന്റെ കാര്യം എത്രമാത്രം ശ്രദ്ധിക്കണം, ഒന്ന് ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. എത്ര പേര് ഇശാ നിസ്കരിക്കാത്തവരുണ്ടാകും. ഇനിയിപ്പോ നമ്മൾ പോയി കഴിഞ്ഞപ്പോ വൈകി നമ്മുടെ പരിപാടി തീർന്നാൽ സുബ്ഹി എത്ര പേര് നിസ്കരിക്കും? ഒന്ന് കയ്യൊന്നിച്ചാൽ. സുബ്ഹി ഇൻഷാ അല്ലാഹ് നാളെ ഖളാ ആക്കാതെ ഞാൻ പള്ളി പോയി ജമാഅത്തായി നിസ്കരിക്കുന്ന ഉറപ്പുള്ള ആൾക്കാർ കയ്യൊന്നിച്ചാൽ. ഒരാള്, 2, 3, 4, 5, 6. അത് ശ്രദ്ധിക്കേണ്ട വിഷയല്ലേ? നിസ്കാരം അതില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്താ കാര്യം? പള്ളി, ജമാഅത്ത്, ഇതൊക്കെ വളരെ ഗൗരവമല്ലേ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹബീബാ തങ്ങൾ അവിടുത്തെ വഫാത്തിന്റെ സമയത്ത് പറഞ്ഞ 2 കാര്യങ്ങൾ. വഫാത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വിഷമം പിടിച്ച രംഗമാണല്ലോ. ഹബീബായ തങ്ങൾ പോലും അവിടുന്ന് വെണ്മയിൽ നിന്ന് നൂലെടുക്കുന്ന എത്രയോ അതിനേക്കാളും എത്രയോ എളുപ്പത്തിലാണ് മുത്ത് റസൂലുള്ളാഹിന്റെ അവിടുത്തെ റൂഹ് പിടിച്ചപ്പോ അവിടുന്ന് ഫാത്തിമ ബീവിയോടും ആയിഷ ോടൊക്കെ പറയുന്നുണ്ട്, ഇന്നലിൽ മൗത്തി സക്കറാത്ത്. ഫാത്തിമ, ആയിഷ, മരണത്തിന് എന്തോ ഒരു വേദനയാണ് ആയിഷ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് വേദനിച്ച് മരിക്കുമ്പോഴോ അവിടുന്ന് സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന് അസ്വലാഹ, ഒന്ന് നിസ്കാരമാണ്. അതുകൊണ്ട് നിസ്കാരം ഒഴിവാക്കിയിട്ടൊരു പ്രോഗ്രാം നമുക്ക് വേണ്ട. നിസ്കാരം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് നിസ്കാരം ഇൻഷാ അല്ലാഹ് മരണം വരെ ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയില്ല എന്ന് ഈ മജ്‌ലിസിൽ ശപഥം ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ ഒരു വിഷയമുണ്ട്, അത് നിങ്ങൾക്ക് അറിയോ? ഇതാ റസൂല പറഞ്ഞത്. രണ്ടാമത്തെ വിഷയം അറിയുന്നവർ പറഞ്ഞാൽ ഞാൻ നിർത്താണ്, പെട്ടെന്ന് പറയും. രണ്ടാമത്തെ റസൂല പറഞ്ഞ ഏതാ വിഷയം? ആരും പറയണില്ലല്ലോ, അങ്ങൊന്നും ഉണ്ടാത്ത്. വേം പറഞ്ഞു. അറിയില്ല? അതാണ് ഈ വിരിക്കുന്ന ആൾക്കാർ. ആരാണ്?
ആരാണ് പറയും മുമ്പ് നിങ്ങളൊന്നും ഉണ്ടാത്ത വേം പറ, ഞാൻ നിർത്തണേ. ഈ വിഭാഗം ആര്? നിങ്ങൾ സ്ത്രീകളുടെ കാര്യം ശ്രദ്ധിക്കണേ. സ്ത്രീകളിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് സംരക്ഷണം നൽകിക്കൊണ്ട് അവരെ പൊന്നുപോലെ നിങ്ങൾ നോക്കണേ. ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉത്തമനാരാൻ? തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട്, തന്റെ പ്രിയപ്പെട്ട മക്കളോട്, ഉമ്മയോട്, തന്റെ കുടുംബത്തിനോട് നല്ല രീതിയിൽ പെരുമാറുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമനെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തിന് സ്ത്രീകൾക്ക് പ്രാധാന്യം പഠിപ്പിച്ചു കൊടുത്ത നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങളാണ് മുത്ത റസൂലുള്ളാഹിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. ഒരു നിലയും ഒരു വിലയുമില്ലാത്തൊരു കമ്മ്യൂണിറ്റി ആയിരുന്നല്ലോ സ്ത്രീകളുടെ കാലഘട്ടത്തിൽ. നിങ്ങൾക്ക് എല്ലാം അവകാശങ്ങൾ വാങ്ങിത്തന്ന ഒരേ ഒരു നേതാവ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ലോകത്താദ്യമായി സ്ത്രീ സമുദായത്തിന്, സ്ത്രീ സമൂഹത്തിന് സ്വത്തവകാശം കൊടുത്ത നേതാവ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ക്രിസ്ത്യാനിറ്റി പോലും ഈ ഒരു 10-40 കൊല്ലങ്ങൾക്ക് മുമ്പാണ് സ്ത്രീകൾക്ക് അവകാശം കൊടുത്തതെങ്കിൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്ത് സ്ത്രീകൾക്ക് അവകാശവും മനുഷ്യനാണ് എന്ന് പോലും പറഞ്ഞുകൊടുത്ത്, നിന്റെ ഉമ്മയാണ്, നിന്റെ പെങ്ങളാണ്, അവളോട് നല്ല രീതിയിൽ പെരുമാറുന്നവനാണ് ഏറ്റവും വലിയ അന്തസ്സുള്ളവൻ എന്ന് പറഞ്ഞുകൊടുത്ത് നിങ്ങളുടെ വിലയും നിങ്ങളുടെ നിലയും ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്ത നേതാവാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് റസൂലുള്ളാഹിനെ മറന്നുകൊണ്ടൊരു ജീവിതം നിങ്ങൾക്ക് വേണ്ട. റസൂലുള്ളാഹിന്റെ ആ ചര്യയിലേക്ക് നമ്മളൊക്കെ മടങ്ങി വരണം. ഹിജാബ് ഇടണം, ബുർക്ക ധരിക്കണം, പർദ്ദയിടണം, നല്ല മറവോടുകൂടി നടക്കണം. മറ്റെന്തുണ്ടായിട്ടും എൻ്റെ ഉമ്മമാരെ കാര്യമില്ല. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വളരെ സങ്കടത്തോട് കൂടി കേൾക്കുന്നവരാണല്ലോ. ഫലസ്തീനിന്റെ വല്ലാത്ത രംഗങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. പ്രത്യേകം ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ, നീ ഞങ്ങളെ ഫലസ്തീനികൾക്ക് മോചനം നൽകണേ അല്ലാ. കൂട്ടത്തിൽ അവസാനമായ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. ഈ ഫലസ്തീനികൾക്ക് വേണ്ടിയുള്ള ഐക്യദാർഢ്യമൊക്കെ നമ്മൾ പ്രഖ്യാപിക്കുമ്പോഴും ആത്മാർത്ഥതയുണ്ടോ അതിലെന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്ന് വെള്ളിയാഴ്ചയും പലപ്പോഴും ഞാൻ സദസ്സ് കിട്ടിയാൽ പറയലുണ്ട്, ഫലസ്തീനികൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണെങ്കിൽ ഇസ്രായേലിന്റെ പ്രൊഡക്റ്റുകളെ നമ്മൾ മാറ്റി നിർത്തണം. അതില്ലാതെ ധാരണട്ടൊന്നും കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. തീരെ കാര്യമില്ല എന്നല്ല, ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഫലസ്തീനികളെ പെടഞ്ഞു വീഴുന്ന കുഞ്ഞുങ്ങളുടെ കഥ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ആ മനസ്സലിയിപ്പിക്കുന്ന രംഗങ്ങൾ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഇസ്രായേലിന്റെ പ്രൊഡക്റ്റുകൾ നമ്മൾ മാറ്റി ഒഴിവാക്കണം. ഒരുപാട് ഉൽപ്പന്നങ്ങളുടെ സർഫെക്സൽ, ടൈഡ്, പമ്പേഴ്സ്, പിന്നെ ഇസ്രായേലിന്റെ പ്രൊഡക്റ്റുകൾ ഒരുപാട് നമ്മുടെ കടകളിലുണ്ട്. മാറ്റി നിർത്തണം. നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ഒരു ഹബീബായ തങ്ങളോടുള്ള മഹബത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ഈ സദസ്സിൽ മുത്ത റസൂലുള്ളാഹിന്റെ ഉമ്മത്തുകൾ ഇവിടെ വിഷമിക്കുമ്പോ അവർക്ക് ഐക്യദാർഢ്യമായിക്കൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്താണ് എൻ്റെ പ്രിയപ്പെട്ട അത്തരം ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ പൂർണ്ണമായി നമ്മൾ മാറ്റി നിർത്തി അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടി ഇവിടെ തുടങ്ങാൻ പോവാണ്. എല്ലാവരും ഇതിന്റെ അവസാനം വരെ സഹകരിക്കണം. എല്ലാ നിലക്കുമുള്ള സഹകരണവും സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അൽഹംദുലില്ലാഹ്, നമ്മുടെ യുവാക്കളൊക്കെ മാതൃകയാണ്. നമ്മളൊന്നും വിചാരിച്ച ലെവലിലല്ല ഇപ്പോഴത്തെ യുവാക്കൾ. മാഷാ അല്ലാഹ്, അവരുടെയൊക്കെ ഇതൊക്കെ ഒരു കാലത്ത് പല കാര്യങ്ങൾക്ക് വേണ്ടാത്ത പിന്നെ ഒരുപാട് വൃത്തികേടുകൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമൊക്കെ മാറി ഇന്ന് അൽഹംദുലില്ലാഹ് നമ്മുടെ യുവാക്കൾ ഓരോ മുക്കിലും മൂലയിലും റസൂലുള്ളാഹിന്റെ മദ്ഹിന്റെ സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുന്ന വളരെ നയനാനന്ദകരമായ കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ അൽഹംദുലില്ലാഹ് അല്ലാഹു തആല ഈ ഒരു ആവേശം ഖിയാമത്ത് നാൾ വരെ ഇത് നിലനിർത്തുമാറാകട്ടെ. ഇത് ഒരുക്കിയ നമ്മുടെ സൗഹൃദ കൂട്ടായ്മ അല്ലാഹു തആല അവർക്ക് അനുഗ്രഹം നൽകുമാറാകട്ടെ. അല്ലാഹു തആല അവർക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതിനൊക്കെ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ സുഹൃത്ത് അനീഫ മാഷ് തുടങ്ങി അവരുടെയൊക്കെ കൂട്ടുകാര്, നമ്മുടെ വാഹിദ് ഉസ്താദ്, ഒരുപാട് ആൾക്കാർ അൽഹംദുലില്ലാഹ് അല്ലാഹു തആല ഈ ഒരു
ഈ ഒരു സ്നേഹവും ഈ ഒരു കൂട്ടായ്മയും അല്ലാഹു തആല നിലനിർത്തുമാറാകട്ടെ. ഹബീബായ തങ്ങളോടുള്ള ആത്മാർത്ഥമായ മഹബത്തിന്റെ ഭാഗമായി അല്ലാഹു ഈ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല മുത്ത് റസൂലുള്ളാഹിനോട് കൂടെ സ്വർഗീയ ലോകത്ത് ഒരുമിപ്പിക്കപ്പെടുന്ന കൂട്ടത്തിൽ അല്ലാഹു തആല പാവങ്ങളായ പാപികളായ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ ഫലസ്തീനി സഹോദരങ്ങൾക്ക് മോചനം നൽകുമാറാകട്ടെ. ആമീൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചെറുതായിട്ടൊന്ന് ദ്വാരുന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. എല്ലാവരും ഒന്ന് എണീറ്റ് നിന്നാണ്. ആണുങ്ങളൊക്കെ ഒന്ന് എണീറ്റ് നിന്നാണ്. ഒരു 2 മിനിറ്റ്, അത്ര ദ്വാരക്കൂല, 2 മിനിറ്റ് ഇൻഷാ അല്ലാഹ്. നമ്മളൊക്കെ കാത്തു നിൽക്കുന്ന ഇവിടെ ദഫ് പ്രോഗ്രാം ഇവിടെ വളരെ ആവേശത്തിൽ നടക്കാൻ പോവുകയാണ്. നമ്മൾ അത് കാണാനും കേൾക്കാനൊക്കെയാണ് വന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും മനസ്സറിഞ്ഞ് ഒരു 3 റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ മദീന റൗളാ ഷരീഫ് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഇരു കണ്ണുകളും അടച്ച്, ഇത് വെറുതെ പാഴാകാൻ പാടില്ല. ഹബീബായ തങ്ങൾ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ സദസ്സിലേക്ക് വരണം. അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകും എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി മനസ്സറിഞ്ഞ് കണ്ണടച്ച്, എല്ലാ പെണ്ണുങ്ങളും കണ്ണടച്ചിട്ട് റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ ആ പച്ചക്കുബ്ബ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ചൊല്ലിക്കോളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചൊല്ലി സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ വമൗലാനാ മുഹമ്മദ് വഅലാ ആലി വഅസ്ഹാബി വഅഹ്ലി ബൈത്തി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റഹമുർ-റഹീമായ അല്ലാഹ്, രാജാതിരാജനായ കരുണക്കടലായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങള്, പാപികളായ ദോഷികളായ ഞങ്ങള് നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറയുകയും കേൾക്കുകയും അല്ലാഹുവേ മുത്ത് റസൂലുള്ളാഹിന്റെ പ്രവാചകാനുരാഗങ്ങൾക്ക് അല്ലാഹുവേ അതിനൊപ്പം ദഫ് കളിക്കുന്ന അവിടെ പരിശുദ്ധമായ ദഫ് പ്രോഗ്രാമിന്റെ സദസ്സിലാണ് ഞങ്ങൾ ഉള്ളത്. അല്ലാഹുവേ നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, തട്ടിക്കളയല്ല റഹ്മാനെ. ഈ കൂട്ടായ്മക്ക് നീ പ്രത്യേകം അനുഗ്രഹം നൽകണേ അല്ലാ. ഈ നാട്ടിൽ നീ പ്രത്യേകം ബറക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ഇതിന്റെ പിന്നിലും മുന്നിലും കൂടെയും ആരൊക്കെ നിന്നിട്ടുണ്ടോ അവർക്കൊക്കെ റസൂലുള്ളാഹി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തോടുള്ള ആത്മാർത്ഥമായ മഹബ്ബത്ത് നൽകണേ അല്ലാ. മുത്ത് റസൂലുള്ളാഹിക്ക് പാവങ്ങളായ ഞങ്ങളോടും മഹബ്ബത്ത് നൽകണേ അല്ലാ. റബ്ബേ അവിടുന്ന് അല്ലാഹുവേ കാണണമെന്ന് ആഗ്രഹിച്ചതായ അവിടുത്തെ അഖിലാകളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ, പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ ഒരുപാട് ഹബീബായ തങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് റഹ്മാനെ, ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ. മുത്ത് റസൂലുള്ളാഹിലേക്ക് മടങ്ങി പോകാൻ, അവിടുത്തെ സുന്നത്തിലേക്ക് മടങ്ങി പോകാൻ റബ്ബേ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന, ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രയാസ നിമിഷങ്ങളിൽ അല്ലാഹുവേ മുത്ത് റസൂലുള്ളാഹിന്റെ തുണ നൽകണേ അല്ലാ, അവിടുത്തെ സഹായം നൽകണേ അല്ലാ. പ്രത്യേകിച്ച് റബ്ബേ ഞങ്ങളുടെ ശരീരത്തിന്റെ ഓരോരോ മകൂപങ്ങളും മരണവേദന കൊണ്ട് പൊളയുമ്പോ ഈ ലോകത്തുനിന്നും വിട പറയുന്ന സമയത്ത് അല്ലാഹുവേ ഹബീബായ തങ്ങളുടെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ടുകൊണ്ട് എല്ലാ വേദനയും മറന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി മരിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ, അതിന് ഈ മജ്ലിസ് കാരണമാക്കണേ അല്ലാ. അബേ ഒരുപാട് ആൾക്കാർ ഈ സദസ്സുമായി സഹകരിച്ചിട്ടുണ്ട്, അവർക്കെല്ലാം ഈ സദസ്സിന്റെ അനുഗ്രഹം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ സഹോദരങ്ങൾ ഫലസ്തീനിൽ ക്രൂരമായി തുല്യതയില്ലാത്ത രീതിയിൽ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 10.5 ലക്ഷത്തോളം പേരാണ്
ഫലസ്തീനുകളിൽ യാതന അനുഭവിക്കുന്നത് റബ്ബേ. കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, ശ്വസിക്കാൻ നല്ല ശുദ്ധവായു പോലും ലഭിക്കാതെ പിടഞ്ഞു വീഴുന്ന പിഞ്ചോമനകൾ, ഉമ്മമാർ മക്കളെയും കൊണ്ട് എവിടെ പോകണമെന്നറിയാതെ നിലവിളിക്കുന്ന പാവപ്പെട്ട ഉമ്മമാർ, അല്ലാഹുവേ ഇതിനൊരു പരിഹാരം നൽകണേ അല്ലാ, ഇതിനൊരു അറുതി വരുത്തണേ അല്ലാ. ശത്രുവിന്റെ കൈ പിടിക്കാൻ മുസ്ലിം നേതാക്കന്മാർക്ക് മനസ്സ് കൊടുക്കണേ അല്ലാ, അതിനവർക്ക് ധൈര്യം കൊടുക്കണേ അല്ലാ, അതിന് മനക്കരുത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഇസ്രായേലിന്റെ ജൂതപ്പടയാളികളെ നീ നശിപ്പിക്കണേ അല്ലാ. ഫിർഔനിനെ, ഹാമാനിനെ, ഖാമാനിനെ, ലോകം വിറപ്പിച്ച അഹങ്കാരികളെ നീ നശിപ്പിച്ചതുപോലെ അല്ലാഹുവേ അവരെ നീ നശിപ്പിക്കണേ അല്ലാ. നിന്റെ അദാബിനി അവരിൽ ഇറക്കണേ അല്ലാ, അദാബിനി അവരിൽ ഇറക്കണേ അല്ലാ. മുസ്ലിം ഉമ്മത്തിന് ഐക്യം നൽകണേ അല്ലാ, മുസ്ലിം ഉമ്മത്തിന് ഐക്യം നൽകണേ അല്ലാ, മുസ്ലിം ഉമ്മത്തിന് ഐക്യം നൽകണേ അല്ലാ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് എല്ലാ നിലക്കും ഖൈർ അടുപ്പിക്കണേ അല്ലാ, ശർറുകൾ ദൂരെയാക്കണേ അല്ലാ. അപ്പേ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും മരിച്ചു പോയിട്ടുണ്ട്, അവരുടെ ഖബറിടം വിശാലമാക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും ഹബീബായ തങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിപ്പിക്കണേ അല്ലാ. അപ്പേ മുത്ത് റസൂലുള്ളാഹിന്റെ മഹബ്ബത്തിന്റെ ഈ സദസ്സിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തന്നതുപോലെ അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ആ പരിശുദ്ധമായ മദീന റൗളയിൽ, അല്ലാഹുവേ റൗള ശരീഫിൽ ഹബീബായ തങ്ങളോട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് നേരിട്ട് സലാം പറയാ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ولوالدينا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. നിങ്ങളൊക്കെ ദുആയിൽ ഈ സാധുവിനെയും കൂടി ഉൾപ്പെടുത്തണമെന്ന് വസിയ്യത്ത് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.